ആ ഹലോ. ആ എടാ, എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നീ നിന്നെ കാണാൻ വരുന്നുണ്ടോ? ഇല്ലടാ, വരുന്നില്ല. എന്ത് പറ്റി? ആവോ, ഒരു താല്പര്യമില്ല. അതാ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന്. അറിയില്ല, അത് തന്നെ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞേ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. എടാ എടാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതിന് നീ എന്തിനിങ്ങനെ ചൂടാവുന്നേ? എന്റെ പൊന്നു ദേവു, രാവിലെ തൊട്ട് 100 വട്ടം പ്രശ്നം നൽകിയിരിക്കുന്നു. നിന്നെ ഇപ്പൊ കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ ചത്തുപോകും. നിനക്ക് കാണണമെങ്കിൽ നീ വേണം ഇങ്ങോട്ടോ. അല്ല, അപ്പോൾ വീട്ടുകാരോ? വീട്ടുകാരൊന്നും ഇവിടെ ഇല്ല, രാവിലെ തൃശ്ശൂർ പോയി. ഞാനവിടെ എന്തായാലും ഒറ്റയ്ക്കാണ്, നീ വേണം ഇങ്ങോട്ടോ. ആ നോക്കട്ടെ, എനിക്ക് ഉറപ്പില്ല. എനിക്കാണെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ വരാൻ നോക്കാം. പക്ഷേ മോസ്റ്റ്ലി ഉണ്ടാവില്ല. ഓ, നീ നിന്റെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വന്നാൽ അർജുൻ, ഞാൻ വരാൻ നോക്കാം, ട്രൈ ചെയ്യാം. എന്നാലും എനിക്ക് ഉറപ്പില്ല. നീ വന്നോ? ആ നീ എവിടെ പോയതാ? ഞാൻ ഡോക്ടറിനെ കാണാൻ പോയതാ. ആ ഇവള് കിടന്നോ? ആ ഞാനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. നല്ല ക്ഷീണം. ഇവനിപ്പോൾ എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കോപ്പ്. The number you are trying to call. ഹലോ ഹലോ, എടാ നിനക്ക് കേൾക്കാവോ? ഹലോ ഹലോ എടാ, ഹലോ, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ The number you are trying to call is. എടാ അർജുന, നീ എന്താ പൊട്ടം കളിപ്പിക്കണോ? ചില സമയം നീ കുറച്ച് ഓവർ ആവണ്ടിട്ട് അർജുനെ. എനിക്ക് ദേഷ്യം കൂടുന്നുണ്ട് അർജുന്. എടാ എന്തേലും ഒന്ന് പറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എടാ വാ തുറന്ന് എന്തേലും ഒന്ന് എടാ എടാ എന്താന്ന് എടാ അതാരാ?
അവനെന്തോ പ്രശ്നത്തിലാന്നാ തോന്നുന്നത്. വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. എടാ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കോപ്പ്? ഞാൻ പോന്നു. ഹലോ, എടാ നീ ഒന്ന് പെട്ടെന്ന് അർജുന്റെ വീട്ടിലേക്ക് പോവോ? എനിക്ക് ആകെ മുതൽ ടെൻഷൻ ആവും. എന്ത് ചോരയൊക്കെ കണ്ട്, പിന്നെ ഏതൊരു പെങ്കൊച്ചുണ്ട് കൂടെ. എടാ നീ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരാവോ? എടാ ഞാൻ എത്തിയേക്കാം, നീ ഒന്ന് ഇറങ്ങ്. The number you are trying to call is currently not reachable. Please try again ഒന്ന് എടുക്ക് later. അർജുനെ. അർജുനെ, എടാ അർജുനെ. അർജുൻ, അർജുൻ. എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോര അർജുൻ, ആകെ മൊത്തത്തിൽ എനിക്ക് പേടിയാവാ. കണ്ണി കാണുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് Sorry for the interruption, Devika. Devika? Devika? മാം, മാം ഞാൻ എവിടാ നിർത്തിയത്? മാമിന് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ മാം എന്താ ചെയ്യാ? I might just seek help from my people. I mean, ഞാനൊരു പ്രൊഫഷണൽ ആയ കാരണം ഞാനൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ സീക്കുമായിരിക്കും. അല്ലേ? പക്ഷെ അവൻ അങ്ങനെ അല്ല. ഞാൻ അവനെ സഹായിക്കാൻ നോക്കുന്നതോട് അവൻ എന്നെ തള്ളിക്കളയാ.
എല്ലാം അവൻ സ്വയം ഡീൽ ചെയ്തോളാം, അവൻ ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ അവൻ പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ദേവികനെ വല്ലാതെ ബാധിക്കുന്നുണ്ടല്ലേ? എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വരും. അതിപ്പോ പണ്ട് അച്ഛനും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ഒന്നും ആരോട്, ഞാൻ പറഞ്ഞില്ലേ വീട് കടം കയറി നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം അച്ഛൻ തന്നെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പറയാറുണ്ട്, ലൈക്ക് അച്ഛൻ ആരോടും ഇങ്ങനെ ഷെയർ ചെയ്യാറില്ല എന്നൊക്കെ. അപ്പോൾ അർജുൻ്റെ ഈ സിറ്റുവേഷൻസ് കാണുമ്പം ദേവിക്ക് സിമിലാരിറ്റീസ് തോന്നാറുണ്ടോ? ഓ ഉണ്ട്, വല്ലാണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി അച്ഛനോട് സംസാരിച്ചു. എന്ത് ചെയ്യണം, എങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു അവന്റെ പ്രശ്നങ്ങൾ അവനെ കൊണ്ട് സോൾവ് ആക്കുന്ന രീതിയിൽ സോൾവ് ആക്കി കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ മാം എങ്ങനെ പറ്റും, സമ്മതിക്കണ്ടേ അവൻ? ഇപ്പോഴാണ് ആള് ഭയങ്കര റൂഡും ദേഷ്യവും ഒക്കെയാ, ചീത്ത പറയും നല്ലോണം. I feel so useless around him. Whenever he says like I feel like dying, I am done with life, എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. I feel so terrible because എനിക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. Do you feel unfair in this situation? Don't worry, it's just normal in this case. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ഫീൽ ആവും ദേവിക. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്, ഷാൽ വി? നമുക്ക് ദേവികൻ്റെ അച്ഛനെ പറ്റി സംസാരിച്ചാലോ? അച്ഛനെ പറ്റി ഇപ്പൊ എന്താ പറയാ, അച്ഛൻ അടിപൊളിയാ. അച്ഛൻ എപ്പോഴും കഷ്ടപ്പെടുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ആ കടത്തിന്റെ ടൈമൊക്കെ അച്ഛനെ ഉണ്ടായുള്ളൂ എല്ലാം നോക്കി നടത്താൻ. പറ്റാതായപ്പോ പുള്ളിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു, സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്റെ ആ ഒരു പ്രസൻസ്, സപ്പോർട്ട്, ആ ഫേവർ അച്ഛനെ ആക്ച്വലി പീസ്ഫുൾ ആക്കി. കൊച്ചു കുട്ടിയായിട്ട് പോലും ഐ ഹെൽപ്പ് മൈ ഫാദർ ആൻഡ് ഹീസ് ഹാപ്പി നൗ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ അർജുന്റെ കാര്യം അച്ഛനോട് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ദേവിക, ഇനി ഞാൻ പറയുന്ന കാര്യം ദേവിക ശ്രദ്ധിച്ചു കേൾക്കണം. ദേവികയുടെ അച്ഛൻ ദേവികയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ കാര്യം ഓർമ്മയുണ്ടോ? മാം മാം എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ആൻസർ മീ ദിസ്. വാട്ട് ഡിഡ് യു ഡു ടു അർജുൻ? ഐ ഹെൽപ്പ് ഹിം. ഹൗ ഡിഡ് യു ഹെൽപ്പ് ഹിം ദേവിക? ടെൽ മീ, ഹൗ ഡിഡ് യു ഹെൽപ്പ് ഹിം? എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ പറ്റി ആകെ ഓർമ്മയുള്ളത് വീട് കടം കയറി പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്ന അച്ഛനെയാണ്. പക്ഷേ അതൊക്കെ വഷളായപ്പോൾ അച്ഛൻ ഞങ്ങളോട് സംസാരിക്കുന്നതും പുറത്തു പോകുന്നതും ഒക്കെ കുറഞ്ഞു. ആകെ മൊത്തത്തിൽ മടുപ്പായിരുന്നു. ദേഷ്യമായിരുന്നു എല്ലാവരോടും എല്ലാത്തിനോടും. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട്. ഞങ്ങൾക്കൊരു ചെറിയ ഗാർഡൻ ഉണ്ടായിരുന്നു വീടിൻ്റെ മുൻപിൽ തന്നെ. ഒരു ദിവസം അച്ഛൻ അവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്ന കണ്ട് ഞാനും അങ്ങോട്ട് ചെന്നു. പണിയെടുക്കുന്നതിനിടെ തന്നെ അച്ഛൻ പെട്ടെന്ന് കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ എടുത്തെറിഞ്ഞ് അങ്ങനെ റൂമിലോട്ട് കയറിപ്പോയി. എനിക്കെന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. ഇരുന്ന് കരയും വെള്ളം അടിച്ചിട്ട്. പക്ഷേ എനിക്കൊരിക്കലും അച്ഛനോട് ദേഷ്യം തോന്നിയിട്ടില്ല, കാരണം അച്ഛൻ ബുദ്ധിമുട്ടിലല്ലായിരുന്നോ. എനിക്ക് മനസ്സിലാവും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അച്ഛനെ. ഞാൻ സഹായിച്ചിടത്തോളം അച്ഛനെ ആരും സഹായിച്ചിട്ടുമില്ല. അർജുൻ, 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 നീ എന്താ കാണിക്കുന്ന അർജുൻ? ഞാൻ അച്ഛൻ്റെ പുറകെ ഓടി റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നതാ കണ്ടേ. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമവും സങ്കടവും വന്നു. പേടിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്നോട് അടുക്കളയിൽ പോയി കത്തി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഒരു 6 വയസ്സുകാരിയുടെ ബുദ്ധിക്കും ബോധത്തിനും അനുസരിച്ച് ഞാൻ അതുപോലെ തന്നെ ചെയ്തു. ഞാൻ കത്തി കൊണ്ട് കൊടുത്തതും അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ച് എന്നെ കൈമുറിച്ചു. അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല.
ഞാൻ കാണാൻ വേണ്ടിയിട്ടാണോ അതോ ആ വെപ്രാളത്തിൽ ചെയ്തതാണോ ഒന്നും എനിക്കറിയില്ല. പെടയുന്ന അച്ഛനെ കണ്ടപ്പോൾ എനിക്കെന്ത് സന്തോഷവും സമാധാനമായിന്നറിയോ. കാരണം ഞാൻ കൊടുത്ത വെള്ളം കുടിച്ചിട്ടാണല്ലോ അച്ഛൻ മരിച്ചത്. ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്തോണ്ടല്ലേ അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയത്. അപ്പോൾ അച്ഛനെ സഹായിച്ച പോലെ അർജുനെ ഞാൻ തന്നെ സഹായിക്കണ്ടേ? ഡോക്ടർ പറ, ഞാൻ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ? ഡോക്ടർ പറ, ഞാൻ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ? ആ റൂമിൽ എവിടെ നോക്കിയാലും ചോര, പിന്നെ ചോരയുടെ രൂക്ഷ ഗന്ധവും. മാം, ഞാൻ ചെയ്തൊരു തെറ്റാണോ? ദേവിക്ക് എന്താ തോന്നുന്നത്? ഐ എം റിയലി ഹാപ്പി ബിക്കോസ് എനിക്ക് അർജുനെ അവസാനമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലേ. ഇനി അവൻ ഒരിക്കലും എന്നെ പുഷ് ചെയ്യില്ല. ഐ ഹെൽപ്പ് ഹിം ഡോക്ടർ.